10-10 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം സരിതേനെയും ജഗ്ഗുവിനെയും മലമ്പുഴയ്ക്ക് കൊണ്ടുപോവാണ്. ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങോട്ട് തുളുമ്പിയാണ് കയറുന്നു. പയ്യൻ കേരള കലാമണ്ഡലത്തിന്റെ അവിടെ എത്തി. ശശിയേട്ടൻ 2 സ്റ്റെപ്പ് ഇടില്ലേ? തുടങ്ങി. ശശി ഭയങ്കര നർത്തകിയാണ് കണ്ടാ. അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഞങ്ങൾക്കുണ്ട്. വരിക്കാശ്ശേരി മനോരമ മുന്നിൽ വന്നിട്ട് ഒരു പായസം പാചകം ചെയ്തിട്ടില്ല. അതെ ആള് തല ആട്ടിൽ തുടങ്ങിയണ്ട. ആകെ ഞങ്ങള് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പച്ചക്കറി ഊണ് അടിപൊളിയായിരിക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ നീണ്ട 11 കൊല്ലത്തെ 10-10 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം സരിതേനെയും ജഗ്ഗുവിനെയും മലമ്പുഴയ്ക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ മലമ്പുഴയ്ക്ക് കൊണ്ടുപോയി ഈ മോഹൻലാൽ മറ്റേ സിനിമയിൽ എന്നിട്ട് പറയാ ആ മിഥുനൻ സിനിമയിലത്തെ കാര്യം പറഞ്ഞ പോലെയാണ് ഗ്രൂപ്പ് ഹണിമൂൺ. ഇവരെ മാത്രമല്ല കൊണ്ടുപോണത്, ഞങ്ങള് മൊത്തം കുറെ പേര് ഫാമിലി ഞങ്ങളെയാണ് കൊണ്ടുപോണത് അല്ലേ? അങ്ങനെ പറഞ്ഞായിരിക്കും ശരി. അതായത് ഞങ്ങളുടെ അധോലോകം ടീമുണ്ടല്ലോ, ഞങ്ങളുടെ നാടകക്കാരെ ഒരു കുറച്ച് ഫാമിലി ഗ്രൂപ്പ്, അവരെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ മലമ്പുഴയ്ക്ക് ഒരു ടെമ്പോ ട്രാവലർ വിളിച്ച് ഒരു 10-26 പേര് കൂടിയിട്ടാണ് പോണത്. വണ്ടി അവിടെയാണ്, വണ്ടി ഇങ്ങോട്ട് തിരിയില്ല. 26 സീറ്റുള്ള വണ്ടിയായിരുന്നു. നമ്മുടെ ആ പാലത്തിൻ്റെ അവിടെ തിരിയില്ല. അപ്പോൾ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാണ്. നേരെ മലമ്പുഴയ്ക്കല്ലേ പോണത് കേട്ടാ. നേരെ മലമ്പുഴയ്ക്കല്ലേ പോണത്. നമ്മള് നേരെ നിർത്തി പോണത്. കുറെ കാഴ്ചകൾ കാണാൻ. കലാമണ്ഡലം, വരിക്കാശ്ശേരി കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തൂടെ മണൽപ്പരപ്പിലൂടെ കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ ആ തീവണ്ടി മോളി കൂടെ പോയില്ലേ, മറ്റേ ഈ ഭാരതപ്പുഴ പാലത്തിന്റെ അതുമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. അല്ല കുറച്ചു നേരം നിൽക്കണം. തീവണ്ടി എങ്കിലും പോവും. അപ്പൊ അതൊക്കെ കാണണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഈ ബാഗില് പലരും രാവിലെ 7 മണി ഈ ബാഗ് എന്റെ കയ്യിലിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്റെ ലൈസൻസ്, ഫോണ്, കണ്ണട, താക്കോല്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിലുണ്ടാവാട്ടെ എപ്പോഴും. അപ്പൊ ശരി നമ്മള് നേരെ മലമ്പുഴയിലേക്ക്. അപ്പൊ അവരൊക്കെ അങ്ങനെ നടക്കണം. ലല്ലു, മല്ലു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടിട്ടാ. നമ്മള് ഇവിടേക്ക് പോയ വണ്ടിയാ. ഗാങ്സ്റ്റാർ ബീച്ച് 7467 നമ്പർ. അല്ല ഈ വിമാനത്താവളത്തിലേക്ക് പോയി ഇതാണോ അറിയില്ലല്ലേ? ബാംഗ്ലൂർക്ക് ഞങ്ങളെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടാക്കാനായിട്ട് ഈ വണ്ടിയാണോ? അല്ല അല്ലേ? എന്നിട്ട് പേര് നിഖിലിനായിട്ട് നമ്മുടെ വണ്ടിയുടെ സാരഥി. ഇത് റിണ്ടൻ. ഇതിവിടെ പ്രേമുണ്ട്. പിന്നെ ബാക്കിൽ ഒരു തൃശ്ശൂര്, കൊച്ചി, മറ്റേ ഈ കോഫി ഹൗസിന്റെ അവിടെ നിന്നാണ് കയറാ. നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൈപ്പിടിക്കുന്നുണ്ട്. പച്ചക്കറി, മറ്റേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ, വല്ല മുട്ട കുത്തി പൊരിച്ച് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ചെറുതായിട്ട്. അപ്പൊ പാത്രം, സ്റ്റൗവ്, പിന്നെ പച്ചക്കറി, കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിഷോർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാമറി നമ്മളത് യാത്ര അയക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ കാമറി. അപ്പൊ മൊത്തം ഞങ്ങൾ 10-24 പേരുണ്ടാവും. ഇല്ല, ചെറിയ കുട്ടികളൊക്കെ കിടക്കണ്ട. അപ്പൊ നമ്മുടെ വണ്ടി ഗാങ്സ്റ്റാറിന് വണ്ടിയുടെ പേരിട്ടാ. 26 സീറ്റ് ഇതാണ്ട വണ്ടിയുടെ ഫോൺ നമ്പർ ഉണ്ടാ. ഇതിന്റെ തല തടയതാ. അതെ, അപ്പൊ കയറാണ്. ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ വിചാരിക്കുന്നത് കേട്ടാ. അല്ലല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാര്യമില്ല. ഇതെന്തുരാന്നറിയോ? ഇത് പ്രേമൻ കൊണ്ടുവന്നൊരു യന്ത്രമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങോട്ട് തുളുമ്പിയാൽ കയറുന്നു. ഇതിനടിയിൽ കുറെ വെള്ളം ഉണ്ട്. പറ്റി തുടങ്ങി വെള്ളം.
ഓക്കെ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അത് ജയന്തേച്ചി എന്ത് സംഭവം കല്യാണം കുടിക്കുമല്ലോ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കാണാൻ പോണുള്ളൂ. ഓ പയ്യൻ ബാക്കിലേക്ക് പോണ അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് ആറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആറ്റൂര് ഒരു ന്യൂ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്. കുറെ അച്ചാച്ചന്മാര് സരിത പറഞ്ഞിട്ടുണ്ട് ന്യൂ ഹോട്ടലിനാണെങ്കിലും നടത്തുന്ന ഒരു ഹോട്ടൽ. അവിടുത്തെ ദോശക്കാണ് ഫേമസ്. ദോശ ഭയങ്കര ഫേമസ് ആണ്. നമുക്കുള്ള എല്ലാവർക്കും ഉണ്ടാവോ? അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ കയറി. അപ്പൊ ഞങ്ങളെല്ലാവരും കയറാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതാണ് ഹോട്ടൽ. അപ്പൊ ഇവിടുത്തെ ഫേമസ് സാധനമാണ് ദോശ, പിന്നെ ഇഡ്ഡലിണ്ട്, ഉഴുന്നുവടയുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ദോശയാണ് കേട്ടോ. ഇവിടത്തെ ഉഴുന്നുവട കിട്ടിയിട്ടില്ല. വേണ്ടടാ നിനക്ക് വേണ്ടേ? അപ്പൊ നമ്മള് ചായ കുടി കഴിഞ്ഞു. ഇവിടെ ഇതാണ് ന്യൂ ഹോട്ടൽ. നിങ്ങൾ വരുമ്പോൾ കയറിയോളോ വെറുതെ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഞാനെല്ലാവരും ഇതാണ് എല്ലാവരും ടീം ഇട്ടാ. നമ്മള് ചായ കുടി കഴിഞ്ഞിട്ട് കേരള കലാമണ്ഡലത്തിന്റെ അവിടെ എത്തി. അപ്പൊ ഇവിടുത്തെ ഒരു മാഷുണ്ട്. ഞാൻ പേര് പ്രവീൺ മാഷ് എന്നാണ്. ആളിന് പറഞ്ഞത് കലാമണ്ഡലം നിങ്ങൾ കാണേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കലാമണ്ഡലം കാണിക്കാൻ കൊണ്ടുവന്നു കേട്ടാ. എല്ലാവരും നമ്മളാരും കണ്ടിട്ടില്ല. കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോഴറിയണ ആള് നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. ആള് നമ്മളോട് വന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി വരുന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞിട്ട് വന്നോളൂ. ആളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 9 മണിക്ക് അവിടെ ടിക്കറ്റ് കൊടുക്കില്ല. 9 മണിക്ക് ടിക്കറ്റ് കൊടുക്കില്ല. നമ്മള് കലാമണ്ഡലത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇങ്ങോട്ട്. അപ്പൊ നമ്മള് 9 മണിക്കാണ് ഇവിടെ തുറക്കുക. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ. കുട്ടി 10 രൂപ. 5 വയസ്സിന് മീതിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ മൊബൈൽ ക്യാമറ ആണെങ്കിൽ 100 രൂപ. അങ്ങനെ ഞങ്ങള് 320 രൂപ എടുത്തു. ക്ലാസ് റൂമുകൾ ഇതിന്റെ ഈ മാപ്പ് കണ്ട ഇതിന്റെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം മോഹൻലാല് അയാൾക്ക് അത് എഴുതുകയാണെങ്കിൽ വിളിക്കണ പോലെ ചേട്ടൻ വിളിക്കണേ. അപ്പൊ ഞങ്ങൾ കുറെ നാൾ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും സരിതയും ജഗും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോ ഇവിടെ പരിപാടി കാണാൻ നമ്മള് മറ്റേ അയ്യോ എന്റെ പേര് ഞാൻ മറന്നു. ചവിട്ട് നാടകം കണ്ടു. ചവിട്ട് നാടകം കൂടിയാട്ട. അപ്പൊ അതിന്റെ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഇപ്പൊ ഭയങ്കര രസമായിരുന്നത് ചവിട്ട് നാടകമൊക്കെ. പിന്നെ അപ്പളാ പ്രമോദ് മാഷ കണ്ടത്. അപ്പൊ മാഷ് പറഞ്ഞു നിങ്ങൾ കലാമണ്ഡലം കാണേണ്ടതാണെന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കലാമണ്ഡലം. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. ഇവിടുത്തെ കളരികൾ ഇപ്പൊ നടക്കേണ്ടത് കളരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കളരിയില്ലട്ടാ. ഈ മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനത്തെ കുറെ കളരികളൊക്കെ ഉണ്ട്. അപ്പൊ അത് കുട്ടികൾ കമലദള സിനിമ ഇവിടെ വരുമ്പോ അല്ലേ. അപ്പൊ അതൊക്കെ കാണണം. കുട്ടികൾ നമുക്ക് രേഷ്മേനെ കൊണ്ട് 2 ഡാൻസ് കളിപ്പിക്കാം. നമ്മുടെ കൂടെ രേഷ്മ കലാമണ്ഡലത്തിന്റെ കലാ സാംസ്കാരിക കൽപ്പിത സർവകലാശാല എന്നാണ് ഇതിന്റെ പേര്. ശശിയേട്ടൻ 2 സ്റ്റെപ്പ് ഇടില്ലേ? തുടങ്ങി ശശി സ്റ്റെപ്പ് തുടങ്ങി. ഇതാണ് നമ്മുടെ രേഷ്മട്ടാ. ഭയങ്കര നർത്തകിയാണ് കണ്ടാ. ഡാൻസ് സ്കൂൾ നടത്താണ്. ഗംഭീരമായ നർത്തകിയാണ്. അപ്പൊ അവര് അവിടെ കളരിയിൽ അവിടെ ഡാൻസ് കളിക്കുമ്പോ രേഷ്മിയും അതിന്റെ ഒപ്പം 4 സ്റ്റെപ്പ് കളിക്കുന്നത് കുട്ടികളൊക്കെ നടന്നു വരുന്നു. പായും തലവണക്കിട്ട് വരുന്നല്ലോ എല്ലാവരും.
ഇവിടുത്തെ മാഷാണ് കേട്ടോ. നമസ്കാരം. ഏത് വിഭാഗം? ഞാൻ കർണാടക മ്യൂസിക്കാ. അപ്പൊ ഞങ്ങൾക്ക് ഈ കളരികളൊക്കെ കാണാൻ എവിടെയാ പോവാ? എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോവാ. അപ്പൊ നമ്മൾ ആദ്യം പോണത് കൂത്തമ്പലമാണ്. കൂത്തമ്പലങ്ങള് അധികം ഇല്ല കേരളത്തില്, പക്ഷെ ഏറ്റവും പ്രശസ്തമായ കൂത്തമ്പലങ്ങൾ വടക്കാനല്ല കൂത്തമ്പലം ഉണ്ട്. ഇവിടുത്തെ കൂത്തമ്പലം ഭയങ്കര പ്രശസ്തമാണ്, കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ചവിട്ട് നാടകം കണ്ടത്. ഈ കാണുന്നതാണ് കൂത്തമ്പലം. സരിത പാട്ട് പാടി തുടങ്ങി. ഇതിലേ കിടക്കാം. ഇത് രണ്ടാമത്തെ ഗേറ്റാണ് ഇതാ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ഗേറ്റാണ് അതിലെ വന്നത്. നാട്യഗൃഹം, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, നാട്യഗൃഹം കൂത്തമ്പലം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ആദ്യം പോണത് കേട്ടോ, കൂത്തമ്പലം. അതായത് ഞങ്ങളന്ന് വന്നില്ലേ? അല്ല അവള് അല്ല ഈ ചവിട്ടുമുറ കേറാൻ പാടായിരിക്കും ചേട്ടാ, കാലുവേദന എടുക്കും. ഇതിൽ കൂടെ സുഖമായിട്ട് കയറാം. അല്ല ഇത് ചവിട്ടല്ല സരിത, ഇത് ഗാലറിയാണ്. ഇവിടെ ഇരുന്ന് ആളുകൾക്ക് കാണാനായിട്ട് കണ്ട. ഇവിടെ 2-3 നായക്കുട്ടികൾ കിടന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മള് തെയ്യാണോ തിറയാണോ അറിയില്ല കേട്ടോ, ഓർമ്മയില്ല. അത് കാണിച്ചു തരാം, ക്ലിപ്പിലുണ്ടെങ്കിൽ അത്. അപ്പൊ കൂത്തമ്പലം ഇവിടെ ചെരുപ്പൂരി എണ്ണം. കണ്ട, അവിടെയാണ് ഞങ്ങള് ചവിട്ട് നാടകം കണ്ടത്. അപ്പൊ ഇവിടേക്ക് ഇരിക്കുന്നത്, ഇവിടെ കുട്ടികളൊക്കെ വരുന്ന ഡാൻസ് കളിക്കുന്നുണ്ടാ. ഇത് പറഞ്ഞ പോലെ കമലതളം സിനിമ ഓർമ്മ വരല്ലേ? കളിച്ചോളൂ കളിച്ചോളൂ. ഓ എന്തൊരു സൗകര്യം അല്ലേ ഇത് സ്ഥലം. പിന്നെ ഡാൻസ് കളിക്കാൻ സ്ഥലം വേണ്ടേ? ഇതിന്റെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത എടുത്ത പണ്ടത്തെ നമ്മുടെ ഈ ഇത് നോക്കിയാ സിമെന്റ് അല്ല, നമ്മുടെ കരിയിട്ട പോലെ കരിയും ചാന്ത് ഭയങ്കര മിനുസാ. വാ കൂത്തമ്പലത്തിലേക്ക് കയറാം. അപ്പൊ നമ്മള് കയറണു. വാ കയറി കയറി. രേഷ്മ, മനോഹരമായ കൂത്തമ്പലം. രേഷ്മ അത് അവിടെ വന്നിട്ട് മൊബൈൽ എടുത്താ. ഞങ്ങൾ വിചാരിച്ചു നിർബന്ധിക്കേണ്ടി വരും കളിക്കണമെങ്കിൽ. ഇവിടെ കംപ്ലീറ്റ് തയ്യാറെടുപ്പിലോടാണ് വന്നോണത്. ഓക്കെ, അവളൊന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യട്ടെ. അങ്ങനെ രേഷ്മ നമ്മുടെ കലാമണ്ഡലം നാട്യഗൃഹത്തിന്റെ കൂത്തമ്പലത്തില് ഒരു 2 സ്റ്റെപ്പ്. കണ്ണുകളാണ് ഭയങ്കര. ആശാനെ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ലേ? അതല്ലേ റിന്ദൻ, സകല കലാവല്ലഭൻ. ഇറങ്ങിക്ക് നന്നായി ഇറങ്ങിക്ക്. തച്ചറയലിന്റെ ക്രൈം വേണ നോക്കാനായിട്ട്. ജയ് ഓടോ. നമ്മളെ കലാമണ്ഡലത്തിന്റെ അല്ല ഈ കൂത്തമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഇവിടെയൊക്കെ നൃത്തങ്ങൾ പഠിപ്പിച്ചിട്ടാ കണ്ട. അതിൻ്റെ ഉള്ളിലൂടെ പഠിക്കുന്ന കാണാം. ഇത് വലിയൊരു ഏരിയയിലിടത് നോക്കിയാ എന്തൊരു വലിപ്പമെന്നറിയോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് പഠിക്കാൻ തോന്നും. തോന്നിയില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പിള്ളേര് കളിക്കുന്ന കാണുമ്പോ കളിക്കാൻ. ഇവിടെ ഉണ്ട് കേട്ടോ നോക്കിയേ. ആഹാ, നല്ല എന്തൊരു ഭംഗിയാ ആക്കി പോണത്.
ഒന്ന് കാണാം, നമുക്ക് ഇങ്ങോട്ട് കയറി വെക്കാം. തുടങ്ങിയിട്ടില്ല ചേട്ടാ. അവിടെ വേറെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. ആ മോഹിനിയാട്ടം സ്ലോവില് ഇവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഇവരെ കൊണ്ട് കാണിക്കാൻ വരുന്നുണ്ട്. ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞു. ഇതേ കലാമണ്ഡലം അല്ല, ഈ കൂത്തമ്പലത്തിന്റെ പിൻവശമാണ് കേട്ടോ. പിൻവശം ഇതിന്റെ മുകളിലത്തെ വർക്കൊക്കെ നോക്കിയാൽ ഓടുമേഞ്ഞൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിലെ പണ്ടത്തെ ഇങ്ങനെ പതിച്ച് ഇതാക്കാൻ ഓടാണ് കേട്ടോ മേഞ്ഞ കൊടുത്ത്. ഇനി നമുക്ക് വേഗം നടക്കാം. ഇവിടെ ചിറ്റി കളിച്ചിരുന്ന കാര്യമില്ല. ഇവരെയൊക്കെ ആ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് കൂത്തമ്പലത്തിന്റെ നോക്കിയാ, ആ സൈഡ് നോക്കിയാ എന്തൊരു ഭംഗിയാ നോക്കിയാ, കണ്ടാ ഗംഭീരമായ വലിപ്പാണ്. ഇനി നമ്മള് ഇങ്ങനെയുണ്ട് മുകളിലേക്കാണ് കയറാൻ പോകുന്നുട്ടാ. എല്ലാ സ്ഥലത്തും കുറേ ക്ലാസ്സുകളുണ്ട്. ഇവിടെ മുഴുവൻ നടന്നെത്തി നമുക്കൊരു നേരം കൊണ്ട് നടന്നെത്തി കാണാൻ പറ്റില്ല. ഇത് ആദ്യം തുടങ്ങിയതേ വള്ളത്തോള് എവിടെ തുടങ്ങിയെന്നറിയോ? ആര്യമ്പാടം ആ മുകുന്ദരാജ സാംസ്കാരിക കേന്ദ്രം ആര്യമ്പാടം അവിടെയാണ് കലാമണ്ഡലം ആദ്യം ആരംഭിച്ചത്, വള്ളത്തോള്. പിന്നെ അതിനുശേഷം ചെറുതുരുത്തിയിൽ അവിടെ വന്നില്ലേ ചെറുതുരുത്തി. അതിനുശേഷമാണ് ക്യാമ്പസ് ആക്കി മാറ്റിയ വിശാലമായിട്ടുള്ള ഇത് വരുന്നത്. കളരികളൊക്കെ ആയിട്ട് കൂടുതൽ കളരികളും സ്പേസ് വേണം സർക്കാർ ഏറ്റെടുത്തപ്പോൾ. ശശി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു കൽപ്പറ്റയില് അല്ലേ? ജോയിന്റ് ബി ഡി ഒ ആയിരുന്നു. ഇപ്പൊ എവിടെയാ? അന്തിക്കാട് ജോയിന്റ് ബി ഡി ആണ്. കാണുമ്പോ ലുക്കില്ലെന്നുള്ള ഭയങ്കര സിനിമ നടൻ കൂടിയിട്ടാണ്. കുറെ സിനിമകളിൽ അഭിനയിച്ചു കൂടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇങ്ങനെ പോണൂട്ടാ. കർണാട്ടിക് മ്യൂസിക്കിന്റെ സ്ഥലമാണിത്. വെള്ളത്തോൾ പീഠം. എല്ലാവർക്കും ഭയങ്കര മടി. അതൊക്കെ ഊഞ്ഞാലൊക്കെ വീട്ടിലുണ്ട്. വാ ഇതൊരു പാർക്ക് പോലുള്ള സ്ഥലമാണ് കേട്ടാ. അയ്യോ അപ്പൊ ജയന്തി അപർണയും ജയകുമാറിനു, അവിടെ ജയന്തി ശശിയും ആടുന്നു, ഇവിടെ പ്രേമൻ ആടുന്നു. കേട്ടോ, ഇതേ കലാമണ്ഡലത്തിന്റെ ഗ്രൗണ്ടാണ് ഇത് കേട്ടാ. ഗ്രൗണ്ട്. ഇനി ഇവിടെ മുകളിലൊക്കെ കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കളരികൾ നടക്കുന്നുണ്ട്. ചെങ്ങന്നൂർ രാമൻപിള്ള കളരി കഥകളി വേഷം തെക്കൻ. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ കണ്ട. കഥകളി മദ്ദളം പഠിപ്പിക്കുന്ന സ്ഥലം. കഥകളി മദ്ദളം തിരുവല്ലാമല വെങ്കിച്ചം കളരി. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ നിറച്ചാണ് കേട്ടാ. നാദ താള ലയ വിസ്മയങ്ങൾ മാത്രം. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ വേറെ കേട്ടാ. നിറയാണ് ഇവിടെ. എന്നിട്ട് കഥകളി വേഷം, കഥകളിപ്പദം.
മഞ്ചാടി കുരുകള് എൻ്റെ ഒരു ഇതിർത്ത് കാണിച്ചാൽ മഞ്ചാടി തൈകളാണ് ഇത്. മഞ്ചാടി കുരുകള് മഞ്ചാടി കുരുകള് ഇവിടെ പഞ്ചായത്തിൻ്റെയാണ് തിമില കറക്കാനായിട്ടാ പിള്ളേകള്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല കാറ്റാണ്, മരങ്ങളാണെന്ന് അറിയാം. അതായത് നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല. അപ്പുറത്തും ഇപ്പുറത്തും നിറയെ കളരികളാണ് കേട്ടോ. നമ്മളിനി മുഴുവൻ കാണാൻ നിൽക്കണില്ല. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് സമയം കിട്ടില്ല. നമ്മൾ കലാമണ്ഡലത്തിൽ നിന്ന് നേരെ പിന്നെ ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിലൂടെ കയ്യും കോർത്ത് പിടിച്ചൊക്കെ നടക്കാമെന്ന് ഞങ്ങൾ വീരവാചകമൊക്കെ മുഴക്കി. പക്ഷേ അവിടെ സമയം അതിക്രമിച്ചു. ഒന്നാമത് കലാമണ്ഡലം കണ്ടമാന ഏരിയ കൊണ്ടു നടക്കാനല്ല വെയില് ഭയങ്കരമായി. ഭാരതപ്പുഴയുടെ തീർത്ത് മണലിൽ കൂടെ ഒക്കെ നടക്കണം. പരമാവധി ഒരു 8 മണിക്കുള്ളിൽ അവിടെ നടക്കണം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ വരിക്കാശ്ശേരി മണലിലേക്ക് വന്നു. ഇവിടെ മറ്റാർക്കും ഇല്ലാത്ത അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു പാചകം വരിക്കാശ്ശേരി മനോരമ മുന്നിൽ വന്നിട്ട് ഒരു പായസം പാചകം ചെയ്തിട്ടില്ല. സരിത നമ്മൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്ന് പാചകം ചെയ്ത സ്ഥലമാണ് അവിടെ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാപ്പാടം പോലുള്ള സ്ഥലമാണ്. നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമകളാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. ഓരോ സിനിമകൾ, ഓരോരുത്തർ മഞ്ജു വാര്യരുന്ന സ്ഥലം, മോഹൻലാൽ രേവതി ഡാൻസ് കളിച്ച സ്ഥലം, പിന്നെ ജയറാം ഏത്തമിട്ട സ്ഥലം, മാവ് കണ്ട ജയറാം ഈ മാവിൻ്റെ ഇടയ്ക്കിലാണ് കഥാനായകനിലെ ഏത്തിട്ട സ്ഥലം. ഓരോ സ്ഥലം ഈ കാരിസന്റെ ഇതിന്റെ നടുവിയോട് മതിൽ പണിതു. ഇതൊരു വീടാക്കി മാറ്റി. അങ്ങനെ കുറേയേറെ സിനിമകള് നമുക്ക് ഇന്ന് കണ്ടമാനം പേര് വരിക്കാശ്ശേരി മന കാണാൻ വന്നിട്ടുണ്ട്. ഒരു ബസ് വന്നു. പിന്നെ ഞാൻ 2-3 ട്രാവലർ അവിടെ നിറയെ വണ്ടികളുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാം. മറ്റേ അവരൊക്കെ അങ്ങോട്ട് പോയി. അവിടെ ആന കുറുമ്പ് കാട്ടി നിൽക്കുന്നുണ്ട്. ഒരു ആനീൻ്റെ അവിടെ കണ്ട തലയാട്ടിട്ട് മറ്റേ ഈ പട്ടാഭിഷേകത്തില് പട്ടാഭിഷേകത്തില് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാട്ടാ. നമുക്ക് ചെരുപ്പ് ഉരിടണം. ഇത് ഓരോ സിനിമകൾക്കനുസരിച്ച് ഇതിൻ്റെ ഇതൊക്കെ തട്ടൊക്കെ മാറ്റും. ഇതിപ്പോൾ ഒരു സിനിമയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ കഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ അവര് ഈ ചോമർ ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റിന്ന് വരും. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം കേട്ടാ. ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട് കണ്ട. ഇതൊക്കെ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് പിച്ച വെച്ച നാൾ മുതൽ പുതിയ മുഖത്തിലത്തെ പാട്ടില്ലേ പൃഥ്വിരാജിൻ്റെ, ആ പാട്ടൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ ആ പന കാണണ്ട, കരിമ്പന. പിന്നെ ചുറ്റും നോക്കിയാൽ ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് തോന്നിട്ടാ. സമ്മതിക്കില്ല. എല്ലാ ജനലും അടച്ചിട്ടോ കാണാൻ മുകളിൽ. ഇത് വലിയൊരു നടുമുറ്റാണ്. ഞങ്ങൾ
വരിക്കാശ്ശേരി മനേരെ നടുമുറ്റത്തിന്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പൊ പ്രേമം കണ്ട, പ്രേമന്റെ ഒരു സ്വപ്നമാണ് മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് ഇവിടെ ഒരു ദിവസം ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അതായത് ഇവിടെ ജീവിക്കാന്നല്ല കേട്ടാ. ഭാനുമതിയുടെ ഭാനുമതി അപ്പൊ നിൽപ്പ് വേണ്ട. അതെ വരിക്കാശ്ശേരി മനേരെ മെയിൻ ഇതിൽ നിന്ന് കടന്നിട്ട് പിന്നെ ഇത് പത്തായിപ്പുര ഉണ്ടല്ലേ ഇവിടേക്ക്. പത്തായിപ്പുര ഇല്ലേട്ടാ, ഇത് വേറൊരു ഇതാണ് പത്തായിപ്പുര. അന്ന് മറ്റേ രേവതി താമസിച്ച സ്ഥലം അതാണിത്. ഇവിടെ ചെരുപ്പിട്ട് കിടക്കാം, അവിടെ കുഴപ്പമില്ല ചെരുപ്പിട്ട് കിടക്കാനായിട്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ചെരുപ്പ്, അവിടെ ചെരുപ്പിട്ട് കിടക്കാൻ പറ്റില്ല. ഇത് പിന്നെ മുകളിലേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നിന്ന് നല്ല വ്യൂ കിട്ടും. അങ്ങനെ വരിക്കാശ്ശേരി മനേരെ ഇതിൻ്റെ പത്തായിപ്പുര മുകളിൽ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടേക്ക് നോക്കാം. ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൽ നിന്നിട്ടാണ് അവിടെ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടാ. വെറുതെ ഒരു രസം, ഒരു ചെറിയൊരു സങ്കല്പം കാണിച്ചു തരാൻ കേട്ടാ. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളത്. ആ പുതിയ ബിൽഡിങ്, ആ പുതിയ ഈ ഓടിട്ടത് പേര പണിതുണ്ട്. അവിടെയാണ് ആ ഇതിൽ ദേവാസുരത്തിലെ മോഹൻലാലിൻ്റെ കാറ് കിടക്കുന്ന ഷെഡായിരുന്നു. അതിപ്പോൾ പൊളിച്ചു മാറ്റി ഇതൊക്കെ പുതിയതായിട്ട് പണിതു. ഇവിടെയാണ് ഈ ബിൽഡിങ്ങിലാണ് രേവതിയിലെ പത്തായിപ്പുര. ഇവിടെ നിന്നാണ് മോഹൻലാൽ മറ്റേ എന്നെ അച്ഛൻ്റെ കാര്യം പറയണത്. ആ സമയത്ത് ചുട്ട മഴയാണ്, ഭയങ്കര മഴ. അപ്പോൾ ഭയങ്കര കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയും പിന്നെ ഇവിടുന്ന് അത്രയ്ക്ക് ഡിസ്റ്റൻസ് തന്നെ ഒരു 100 അടിക്ക് മീതെ ദൂരമുണ്ട്. 100 അടി പോരാ, അതിൻ്റെ അത്രയ്ക്ക് ദൂരമുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് മോഹൻലാൽ അവിടെ പറയുന്നത് ഈ മഴയത്ത് എങ്ങനെ കേൾക്കണു എന്നുള്ളതാണ് ഒരു ചിന്ത. അങ്ങനെ ഒരു കാര്യം. അതെ, എല്ലാവരും ഉള്ളി ഇവിടെ സ്ഥലത്ത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. റൂമാണ്. അവിടെ ആന കിട്ടാറുണ്ട്. അതെ, ഞങ്ങള് വരിക്കാശ്ശേരി മന മുഴുവൻ കാണിക്കും. നമ്മൾ ഒരു വട്ടം കാണിച്ചിട്ടാണ് ആ പായസം ഉണ്ടാകുന്ന വീഡിയോയിൽ കാണിച്ചിട്ടാണ്. 2 വട്ടം. അപ്പൊ ഇവിടെ ഒരു ആനയുണ്ട് കേട്ടാ. ആന കിടന്ന് തലയിട്ട് ആട്ടി. ആള് മതപ്പാടിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടാ. ആളെ പോകാൻ പറ്റില്ല. അതെ, ആള് തല ആട്ടിൽ തുടങ്ങി കേട്ടാ. ചിലപ്പോ നമുക്ക് പട്ടയൊക്കെ എടുത്ത് എറിയും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് അകലേക്ക് ശരിക്ക് പട്ടാഭിഷേകം സിനിമയിലത്തെ പോലെ അല്ലേ? ശരിക്കും അതേപോലെ തലയാട്ടില്ലേ കേട്ടാ, ശരിക്ക് തലയാട്ടില്. അപ്പൊ ആ വരിക്കാശ്ശേരി മനേന്ന് ഞങ്ങൾ നീങ്ങാണ്. ഇനി ജയഭാരത് ഹോട്ടലുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഈ രാജപാവം മഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് വാണിയംകുളത്ത് തന്നെ ഒരു ഹോട്ടലിൽ ജയഭാരത് നല്ല ഊണാണെന്ന് പറയുന്നത്. വെജിറ്റേറിയൻ ഊണാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് ഇനി പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ മലമ്പുഴയ്ക്ക് പോകും. പിന്നെ അവിടെ നിന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. കയറി എല്ലാവരും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജയഭാരത് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടാ. ഭയങ്കര ഫേമസ് ആണ്. ആ ഹോട്ടലിലേക്കാണ് കയറുന്നത് കേട്ടാ. വാഴയിലാണ് ഊണ് കേട്ടോ. അവിടുത്തെ വെജിറ്റേറിയൻ. ആദ്യം അച്ചാർ വിളമ്പി, കൂട്ടുകറി. ആകെ ഞങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പച്ചക്കറി ഊണ് അടിപൊളിയായിരിക്കും. മെഴുക്ക് പറ്റി തോരൻ പോലത്തെ തോരൻ. ഇനി ഞങ്ങൾക്ക് ചോറ് വിളമ്പാൻ പോകണം. നീ ഇതിൻ്റെ സാമ്പാറാ കുഴിക്കട്ടെ? അല്ലെങ്കിൽ നീ കുഴിച്ചോ? ഇതിലേക്ക് സാമ്പാർ. അത് ഞാൻ ചോറിനാണ് കേട്ടാ.